നമസ്കാരം. സംസ്ഥാനത്തെ സാംസ്കാരിക ലോകം ഇപ്പോൾ ഒരു യുദ്ധക്കളമായി മാറിയിരിക്കുകയാണ്. സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ച സാഹിത്യ അക്കാദമി ചെയർമാൻ സച്ചിദാനന്ദനെതിരെ സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവെള്ളൂർ മുരളി നേരിട്ട് രംഗത്തെത്തിയതോടെ പോരുമുറുകുകയാണ്. സച്ചിദാനന്ദനും സാറ ജോസഫും ഏതോ ഗൂഢപദ്ധതിയുടെ ഭാഗമാണെന്നാണ് കരിവെള്ളൂർ മുരളിയുടെ ആരോപണം. സംസ്ഥാനത്ത് ഇടതുഭരണം തുടരരുത് എന്നും അത് പാർട്ടിയുടെ ആന്തരിക തകർച്ചയ്ക്ക് കാരണമാകുമെന്നും എഴുത്തുകാരൻ സച്ചിദാനന്ദൻ അഭിപ്രായപ്പെട്ടത് ഇടതുപക്ഷ സൈബർ പോരാളികളെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. അവർ സച്ചിദാനന്ദനെതിരെ തിരിയുകയാണിപ്പോൾ. മയത്തിലും കടുപ്പത്തിലും പലതരത്തിലുമാണ് അവരുടെ വിമർശനങ്ങൾ. സച്ചിദാനന്ദനും സാറ ജോസഫിനുമെതിരെ രൂക്ഷമായ ഭാഷയിലാണ് കരിവെള്ളൂർ മുരളി പ്രതികരിച്ചത്. സച്ചിദാനന്ദൻ മാഷിന് അടുത്തിടെയായി ഓർമ്മയും യുക്തിയും നഷ്ടപ്പെടുന്നുണ്ടെന്ന് അദ്ദേഹം തന്നെ എടുത്തു പറഞ്ഞിട്ടുള്ളതാണെന്നും ഈ വിമർശനങ്ങളെ അത്തരത്തിൽ മാത്രമേ കാണാൻ കഴിയൂ എന്നുമാണ് അദ്ദേഹത്തിൻ്റെ പരിഹാസം. CPM നശിക്കാതിരിക്കാൻ അടുത്ത തവണ ഭരണം കിട്ടാതിരിക്കണമെന്ന MN കാരശ്ശേരിയുടെ മുദ്രാവാക്യത്തിനൊപ്പം സച്ചിദാനന്ദനും സാറ ജോസഫും കൈപൊക്കുന്നത് വിചിത്രമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. കോൺഗ്രസിനെ ജയിപ്പിക്കാൻ കോടികൾ വാങ്ങി തന്ത്രങ്ങൾ മെനയുന്ന കനകോലുവിൻ്റെ ഗൂഢപദ്ധതിയിൽ ഇവർ ഇരകളാവുകയാണെന്ന് മുരളി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. കരിവെള്ളൂർ മുരളിയുടെ പോസ്റ്റിലെ ചില ഭാഗങ്ങൾ ഇങ്ങനെയാണ്. പോസ്റ്റ് അല്പം നീണ്ടതായതിനാൽ ആ പോസ്റ്റിലെ ചില ഭാഗങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. CPM നശിക്കാതിരിക്കാൻ ആ കുറിപ്പ് ഇങ്ങനെയാണ്: CPM നശിക്കാതിരിക്കാൻ കേരളത്തിൽ തുടർ ഭരണം ലഭിക്കാതിരിക്കണം. കോൺഗ്രസ് മുഴുവൻ BJPയിലേക്ക് പോയി നശിക്കാതിരിക്കാൻ കോൺഗ്രസിന് ഭരണം ലഭിക്കണം. അതിന് CPM നശിക്കാതെ എന്നെന്ന് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ കോൺഗ്രസിന് വോട്ട് ചെയ്യണം. കാരശ്ശേരി മാഷ് തുടങ്ങി വെച്ച വിചിത്രമായൊരു മുദ്രാവാക്യത്തോടൊപ്പം ഈ തവണ വീണ്ടും കൈപൊക്കുന്നത് സച്ചിദാനന്ദൻ മാഷും സാറ ടീച്ചറുമാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPMനെ രക്ഷിക്കാൻ കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്ന കാരശ്ശേരിയുടെ കൗശല മുദ്രാവാക്യം ഒരു കോറസ് ആയിരുന്നു. അതിൽ കോൺഗ്രസുകാരായി അറിയപ്പെടുന്ന ചില എഴുത്തുകാരും ഒപ്പം ഉണ്ടായിരുന്നു. പിന്നെ കോൺഗ്രസ് ആണോ RMP ആണോ എന്ന് അവർക്കും മറ്റുള്ളവർക്കും ഉറപ്പില്ലാത്ത ചിലരും. സച്ചിദാനന്ദൻ മാഷും അതേ കാര്യം പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോഴുള്ളതുപോലെ ഒരു ക്യാമ്പയിൻ സ്വഭാവം അതിനുണ്ടായിരുന്നില്ല. സാമാന്യ രാഷ്ട്രീയം ബോധമുള്ളവർക്കെല്ലാം അറിയാം, ഒരു തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ വന്നു നിൽക്കുമ്പോൾ അതിൻ്റെ പ്രചാരണത്തിന് പല അടരുകളും ഉണ്ടാകും. കോൺഗ്രസ് അത് രൂപകൽപ്പന ചെയ്യാനും നടപ്പിലാക്കാനുമാണ് കോടികൾ മുടക്കി ഒരു കനകൂലുവിനെ ഇറക്കുമതി ചെയ്ത് തീറ്റിപ്പോറ്റുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ എന്തെങ്കിലും കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ കുടുംബത്തോടെ വിഷം കുടിച്ച് മരിക്കുമെന്ന പ്രതിജ്ഞ ചെയ്ത കണ്ടത്തിൽ കുടുംബവും മലയാള മനോരമയും 1957 ഏപ്രിൽ 5 ഭാരതിലൂടെ അധികാരത്തിൽ വന്ന ദിവസം വാക്കുപാലിക്കാതെ ഒരു മോന്ത വിഷം പിന്നിലേക്ക് മാറ്റിവെക്കുകയായിരുന്നു. ആ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വിഷമാണ് അന്ന് തൊട്ട് അവർ മലയാളികളെ കുടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ചരിത്ര ദൗത്യം പൂർത്തിയാക്കിയ കോൺഗ്രസ് പിരിച്ചുവിടണമെന്ന് കോൺഗ്രസിനോടും ഇന്ത്യയോടും പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. ഗാന്ധിജി പറഞ്ഞിട്ടും ആരും അതിന് തയ്യാറായില്ല. 1947 മുതൽ 1977 വരെ ഇന്ത്യയുടെ കേന്ദ്ര ഭരണവും മിക്കവാറും സംസ്ഥാനങ്ങളുടെ ഭരണവും കൈയടക്കി വെച്ചത് കോൺഗ്രസ് ആണ്. 1967 മാത്രമാണ് 9 സ്റ്റേറ്റുകളിൽ കോൺഗ്രസ് ഇതര സർക്കാരുണ്ടായത്. ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ വിരുദ്ധ നടപടിയായ അടിയന്തരാവസ്ഥ 21 മാസക്കാലം അടിച്ചേൽപ്പിച്ച് പത്രങ്ങളുടെ വാ മൂടിക്കെട്ടിയും 10,000-കണക്കിന് പ്രതിപക്ഷ പാർട്ടി പ്രവർത്തകരെ തടവറകളിലിട്ട് കൊല്ലാക്കൊല ചെയ്തും എഴുത്തുകാരെയും കലാകാരരെയും പീഡിപ്പിച്ചും 100-കണക്കിന് യുവാക്കളെ അടിച്ചും ഇടിച്ചും ഉരുട്ടിയും കൊലപ്പെടുത്തിയ ചോരപ്പുഴകൾ ഒരുക്കിയ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 1977 നടന്ന തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് കോൺഗ്രസ് ആദ്യമായി കേന്ദ്രത്തിൽ സ്ഥാനഭ്രഷ്ടമാകുന്നത്. 30 കൊല്ലം തുടർച്ചയായും കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചിട്ടും ഒരു ലോകമഹായുദ്ധത്തിൽ മരിച്ചു വീഴുന്നത്രയും മനുഷ്യരെ വെടിവെച്ചും കഴുമരത്തിലേറ്റിയും കൊന്നു തീർത്തിട്ടും കോൺഗ്രസിനെ രക്ഷിക്കാൻ അവർക്ക് തുടർഭരണം നൽകരുതെന്ന ഈ വിചിത്ര മുദ്രാവാക്യം ആരും ഉയർത്തിയില്ലല്ലോ. 1931 കറാച്ചി സമ്മേളനത്തിൽ ഭൂപരിഷ്കരണം അംഗീകരിക്കുകയും കൃഷിഭൂമി കർഷകനെന്ന തത്വം അജണ്ടയുണ്ടാക്കുകയും ചെയ്ത പാർട്ടിയാണ് കോൺഗ്രസ്. അരനൂറ്റാണ്ടിലധികം ഇന്ത്യ ഭരിച്ചിട്ടും അത്രയും തന്നെ അതിലധികവും സംസ്ഥാനങ്ങൾ ഭരിച്ചിട്ടും 95 വർഷം കഴിഞ്ഞിട്ടും ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെങ്കിലും അത് നടപ്പിലാക്കിയിട്ടുണ്ടോ? അധികാരത്തിൽ വന്നപ്പോഴെല്ലാം അഴിമതിയുടെ ചെളിക്കുളങ്ങളിലെ തീപ്പന്നികളെ പോലെ മുങ്ങിത്തൊടിച്ച് അടിസ്ഥാന ജനവർഗ്ഗങ്ങളെ ചതിച്ച് നിസ്വരരാക്കിയ ചരിത്രമൊഴികെ എന്തുണ്ട് കോൺഗ്രസിന് സ്വന്തമായി? നെഹ്റു ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ പാർലമെൻറ്റിൽ അതിനെ ചോദ്യം ചെയ്ത കോൺഗ്രസിൻ്റെ ശത്രുപട്ടികയിലെത്തിയ ആളല്ലേ രാഹുൽ ഗാന്ധിയുടെ മുത്തച്ഛനായ ഫിറോസ് ഗാന്ധി? അതേ പാതയിൽ അഴിമതിയും അക്രമവുമായി 2014, 2019, 2024 15 വർഷം തുടർഭരണം പൂർത്തിയാക്കാൻ ഒരുങ്ങുന്ന BJPയുടെ ഫാസിസ്റ്റ് സർക്കാരിൻ്റെ തുടർച്ചയെക്കുറിച്ചും നമ്മുടെ ആസ്ഥാന ബുദ്ധിജീവികൾക്ക് പരാതിയില്ലല്ലോ. കേരളം പിടിക്കുക എന്ന ഫാസിസ്റ്റ് ലക്ഷ്യത്തിൻ്റെ പകുതി ദൂരം പിന്നിടുക എന്നതാണ് അത്തരമൊരു അജണ്ടയിലൂടെ അവർ ആഗ്രഹിക്കുന്നത്. 1992 ഡിസംബർ 6 ബാബറി മസ്ജിദ് തകർത്തെറിഞ്ഞ് അവിടെ പണിത രാമക്ഷേത്രത്തിൻ്റെ അടിത്തറയിൽ വെക്കാൻ വെള്ളിക്കട്ടികളുമായി ക്യൂ നിന്നവരാണ് കേന്ദ്ര സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിലുള്ളവരെല്ലാം. ഒരിക്കലും കേരളത്തിലേക്ക് കടന്നു കയറാൻ ഫാസിസ്റ്റ് ശക്തികൾ നടത്തുന്ന പദ്ധതികളെ തടയിടാൻ കോൺഗ്രസിന് കഴിയില്ല. ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം തിരിച്ചറിയാൻ ശേഷിയുള്ള സച്ചിദാനന്ദൻ മാഷയും സാറ ടീച്ചറേയും പോലെയുള്ളവർ അറിഞ്ഞോ അറിയാതെയോ ഒരു ഗൂഢപദ്ധതിയുടെ ഭാഗമായി തീരുകയാണ്. ക്ഷമിക്കണം സാർ. പക്ഷേ കേരളത്തിലെ സാധാരണ മനുഷ്യർ നിങ്ങളുടെ അത്രയും ചിന്താശേഷിയും ഭൗതിക നിലവാരവും ഉള്ളവരാവണമെന്നില്ലെങ്കിലും അനുഭവം കൊണ്ടും ജീവിതം കൊണ്ടും അവർ ചില ബോധ്യങ്ങളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. 65 ലക്ഷത്തോളം സാധാരണക്കാരായ ജനങ്ങൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ്റെ സുരക്ഷിതത്വം അനുഭവിക്കുന്നുണ്ട്. അതിന് തുടർച്ച വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. മനുഷ്യപുത്രന് തലചായ്ക്കാൻ മണ്ണിലിടമില്ല എന്ന വിലാപഗാനം കേട്ട് വളർന്ന 4 ലക്ഷം കുടുംബങ്ങൾക്ക് തലചായ്ക്കാൻ സർക്കാർ വീടൊരുക്കി കൊടുത്തിട്ടുണ്ട്. അതിന് തുടർച്ച വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു.
6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും കൊണ്ട് ഇരുട്ടിലാണ്ട് കിടന്ന കേരളത്തെ ഒരിക്കൽ പോലും വെളിച്ചം കെട്ടുപോകാത്ത നാടാക്കി മാറ്റിയത് അവർ കാണുന്നുണ്ട്. അതിന് തുടർച്ച വേണം. ഇങ്ങനെ നീണ്ടുപോകുന്നു അദ്ദേഹത്തിന്റെ കുറിപ്പിലെ പ്രസക്ത ഭാഗങ്ങൾ. തനിക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്ന ഇടത് പ്രൊഫൈലുകളെ വിഡ്ഢികളെന്ന് വിളിച്ചുകൊണ്ടാണ് സച്ചിദാനന്ദൻ തിരിച്ചടിച്ചത്. താൻ അടിയന്തരാവസ്ഥ കാലത്ത് അറസ്റ്റ് വരികയും ഫാസിസത്തിനെതിരെ പോരാടി കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ നിന്ന് രാജിവെക്കുകയും ചെയ്ത ആളാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സർക്കാർ നിയോഗിച്ച 2 അക്കാദമി തലവന്മാർ തമ്മിലുള്ള ഈ പോര് CPM-നും സർക്കാരിനും വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. സർക്കാരിന്റെ നയങ്ങളെയും തുടർഭരണ മനോഭാവത്തെയും സച്ചിദാനന്ദൻ ചോദ്യം ചെയ്യുമ്പോൾ അതിനെ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ കൊണ്ടാണ് പാർട്ടി അനുകൂലികൾ നേരിടുന്നത്.